നമസ്കാരം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം നടന്ന സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്താത്തത് അദ്ദേഹം ചികിത്സയിലായതിനാലാണെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ദുരന്തത്തിന് പിന്നാലെ തൃശൂരിലെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെന്നും ഇന്നും പ്രദേശത്ത് നടത്തിയ തെരച്ചിൽ ഒരു മൃതദേഹ അവശിഷ്ടം കൂടി കണ്ടെടുത്തതായും മന്ത്രി വ്യക്തമാക്കി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രത്യേക ക്യാബിനറ്റ് യോഗവും ഇന്ന് ചേരും. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നതിനും സർക്കാർ മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ പൂരം കഴിയാതെ താൻ ജില്ലയിൽ നിന്നും മടങ്ങില്ലെന്നും തൃശൂരിലെ ദുരന്തബാധിതർക്കൊപ്പം സർക്കാർ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. മുണ്ടത്തിക്കോട് വെടിപ്പുരയിലുണ്ടായ സ്ഫോടനത്തിന്റെ പ്രകമ്പനത്തിൽ നിന്നും നാട് ഇനിയും മുക്തമായിട്ടില്ല. പ്രദേശത്തു നിന്നും ശേഖരിച്ച പൊട്ടാത്ത വെടിക്കോപ്പുകൾ നിർവീര്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യത്തിൽ മരണസംഖ്യ ഇനിയും ഉയരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനവും നാളെ ഉണ്ടാകും. ദേവസ്വം ഭാരവാഹികളും ജില്ലാ ഭരണകൂടവും നാളെ രാവിലെ 10:30 യോഗം ചേരും. ഇതിനുശേഷമായിരിക്കും പൂരം എങ്ങനെയുള്ള രീതിയിൽ നടത്തണമെന്നതിൽ അന്തിമ തീരുമാനമുണ്ടാവുക. പൂരം നടത്തിപ്പിന്റെ കാര്യത്തിൽ സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കില്ലെന്നും ദേവസ്വങ്ങളുമായി ആലോചിച്ച ശേഷം മാത്രമേ തീരുമാനമുണ്ടാവുകയുള്ളൂവെന്നും വി.എൻ. വാസവൻ വ്യക്തമാക്കി. ചടങ്ങുകൾ മാത്രമായി പൂരം മാറും. ഇതിന് ദേവസ്വവും സമ്മതമുള്ളും. നെഞ്ചുപൊട്ടി നിൽക്കുന്ന മുണ്ടത്തിക്കോടിനെ ആശ്വസിപ്പിക്കാൻ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ പ്രദേശമുള്ളത്. സ്ഫോടനം നടന്ന സ്ഥലത്ത് ഇന്നും പരിശോധനകൾ തുടരുകയാണ്. സ്പെഷ്യൽ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം ദുരന്തബാധിതർക്കുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും. പൂരനഗരിയെ കണ്ണീരിലാഴ്ത്തിയ ഈ ദുരന്തത്തിൽ നീതിപൂർവമായ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് മന്ത്രി നൽകുന്നത്. എന്തായാലും അതിഭീകരമാണ് മുണ്ടത്തിക്കോട്ടെ കാര്യങ്ങൾ. 13 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചത്. 35-ലധികം തൊഴിലാളികളാണ് അന്നേ ദിവസം ഈ സ്ഥലത്തുണ്ടായിരുന്നത്, വെടിപ്പുരയിൽ ഉണ്ടായിരുന്നത്. ഈ ഘട്ടത്തിൽ നിരവധി ആളുകൾ, കുറച്ച് ആളുകളെങ്കിലും ഭക്ഷണം കഴിക്കാനായൊക്കെ മാറിയിരുന്നു. ഉച്ചമയക്കത്തിൻ്റെ ക്ഷീണത്തിൽ കുറച്ച് പേർ പോയിരുന്നു വീടുകളിലേക്ക്. എന്നാൽ എത്ര പേർ ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇതുവരെയും തിട്ടപ്പെടുത്താൻ സാധിക്കാത്തത്, എത്ര പേർ മരണത്തിന് കീഴടങ്ങി, എത്ര പേർ അപകടം സംഭവിച്ചിട്ടുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവ് വരുത്തുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി ആളുകളുടെ മൃതദേഹത്തിൻ്റെ ശേഷിപ്പുകൾ, അതായത് ശരീരഭാഗങ്ങളൊക്കെ പാടത്തു നിന്നും സമീപമുള്ള ജലാശയങ്ങളിൽ നിന്നുമൊക്കെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മരണത്തിൻ്റെ എണ്ണം, അത് എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ കൃത്യത വരുത്തുന്നതിലും പരിമിതികൾ ധാരാളമുണ്ട്. മാത്രമല്ല, മോർച്ചറിൽ എത്തുന്ന ആളുകൾക്ക് ഈ ദുരന്തത്തിൽ മരിച്ച ആളുകളെ തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആളുകളുടെയും മുഖം അതിഭീകരമായി പൊള്ളലേറ്റിട്ടുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. എന്തായാലും അതിഭീകരമായ അവസ്ഥയിൽ കൂടിയാണ് മുണ്ടത്തിക്കോട് പോകുന്നത്. ഈ ഘട്ടത്തിൽ എന്തായാലും തൃശ്ശൂർ പൂരം ക്ഷേത്രത്തിലെ ആചാരങ്ങൾ മാത്രം നടത്തി അവസാനിപ്പിക്കും എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെ അതിൽ തീരുമാനമുണ്ടാകും. മീറ്റിങ്ങിന് ശേഷം ദേവസ്വവും സർക്കാരും കൂടി സംയുക്തമായി തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.